ഹലോ, എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? പിന്നെ ഇന്ന് ഞാൻ എക്സ്പീരിയൻസ് ആയിട്ട് വന്നിട്ടുള്ളത് ആ, ഒരു 2000 താഴെ എൻ്റെ അടുത്ത് ഈ പ്രാന്താറിയുന്ന ആൾക്കാരൊക്കെ ചോദിക്കും, ഏതാ 2000 താഴെ ഒരു നല്ല പെർഫ്യൂം പറഞ്ഞു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ധൈര്യത്തോടെ എനിക്ക് ഒരു നെഗറ്റീവ് ഇതായിട്ട് ഒരാളും പറഞ്ഞു തരാത്ത, ഒരാളും ഒരു നെഗറ്റീവായിട്ട് ഒന്നും കമൻറ്റ് ചെയ്യാത്ത, ഞാൻ പറഞ്ഞു കൊടുത്തതിൽ അവർക്കൊക്കെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമും ടൈറ്റൻ സ്കിൻ റോ. സൈലൻ്റ് ആക്കട്ടെ, ആദ്യം ഒരു അടി അടിക്കട്ടെ കേട്ടോ. ബേസിക്കലി ടൈറ്റൻ ഒരു ഇന്ത്യൻ വാച്ച് മേക്കർ കമ്പനിയാണ്. പിന്നെ അവരുടെ ഒരു സെപ്പറേറ്റ് സെഗ്മെൻ്റാണ് ഇത് സ്കിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ബ്രാൻഡ് നെയിമിൽ ടൈറ്റൻ സ്കിൻ റോ, ടൈറ്റൻ സ്കിൻ പെർഫ്യൂംസ് കുറേ വന്നിട്ടുണ്ട്. അതിലേക്ക് 2 പെർഫ്യൂംസാണ് സ്ട്രൈക്ക് ആയിട്ടുള്ളതും വാങ്ങിക്കണമെന്ന് ഞാൻ ഇതാക്കിയിട്ടുള്ളതും. ഒന്ന് ടൈറ്റൻ സ്കിൻ റോ, ഇതിൻ്റെ 20 ml ഞാൻ ആദ്യം വാങ്ങിച്ചു. അത് ഓഫീസിൽ അടിച്ചടിച്ച് കഴിഞ്ഞു. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒന്ന് വാങ്ങിച്ചു. പിന്നുള്ളത് ടൈറ്റൻ സ്കിൻ നോസ് ഹോം. അത് ആണുങ്ങളുടെയും ഉണ്ട് പെണ്ണുങ്ങളുടെയും ഉണ്ട്. അതിൽ ആണുങ്ങളുടെ ഹോം എന്ന് പറഞ്ഞിട്ടുള്ള പെർഫ്യൂം നിങ്ങൾ മാറി എടുക്കരുത്. അത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു പെർഫ്യൂമാണ്. അത് ഒരു മിസ്റ്റീരിയസ് വൈബുള്ള ഒരു പെർഫ്യൂം. ഞാൻ അതിനെക്കുറിച്ചിട്ട് പറഞ്ഞുതരാം ഇൻഷാ അല്ലാ. ഇതുണ്ടല്ലോ എൻ്റെ എവറിഡേ ഗോ ടു പെർഫ്യൂമാണ്. ജിമ്മിൽ പോകുമ്പോൾ ഞാൻ അടിക്കും, പെട്ടെന്ന് ബാങ്കിൽ പോകുമ്പോൾ ഞാൻ അടിക്കും, പള്ളിയിൽ പോകുമ്പോൾ അടിക്കും, പെട്ടെന്ന് അല്ലെങ്കിൽ ഇനിയിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കൂടെ കരുതുന്ന പെർഫ്യൂം YSL-YEDP ഞാൻ പറഞ്ഞിട്ടില്ലേ, അതായത് ഈ സെഡക്റ്റീവ് നേച്ചറുള്ള ആ ഒരു നേച്ചർ തന്നെയാണ് ഇതിൽ. പക്ഷേ YSL-YEDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഒന്നങ്ങോട്ട് പ്രൊജക്റ്റ് ആവാനും ഇതാവണമെന്നുണ്ടെങ്കിൽ ഒരു 10-12 അടി അടിക്കണം. പക്ഷേ അങ്ങനെ അടിക്കുമ്പോൾ ആ പെർഫ്യൂം ചെറിയൊരു പേടിയാണ്. കാരണം അത് ഭയങ്കര വില കൂടിയ പെർഫ്യൂമാണല്ലോ. ഇതങ്ങനെ ഒന്നുമില്ല. 1500 രൂപക്ക് 50 ml കിട്ടും. അതും നല്ല വർത്തി സാധനമാണ് കേട്ടോ. ഇതിൻ്റെ സെൻ പ്രൊഫൈല് ഒരു 5000-6000 ഒരു പെർഫ്യൂമിൻ്റെ ക്വാളിറ്റി, ആ ഒരു പെർഫ്യൂമിൻ്റെ സെൻ പ്രൊഫൈല്, പെർഫ്യൂം ഒരു പെർഫെക്റ്റ് പെർഫ്യൂമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതാക്കിയിട്ടൊന്നുമില്ല. മറ്റ് ടൈറ്റൻ്റെ സ്കിൻ റോ സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടൊരു പെർഫ്യൂമുണ്ട്. അതിൽ മെറ്റാലിക് നോട്ട്സ് ഇത്തിരി കൂടിപ്പോയോ എന്ന് ചിലപ്പോൾ സംശയം തോന്നാറുണ്ട്. ഇതങ്ങനെ ഒന്നുമില്ല. വാട്ടറി നോട്ട്സ്, സിട്രസി, ഞാൻ നോട്ട്സും കാര്യങ്ങളും പറഞ്ഞുതരാം. നല്ല പെർഫ്യൂമാണ് കേട്ടോ. നിങ്ങൾക്ക് ഞാനിപ്പോഴും ഈ വീഡിയോയിൽ ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യാണ്. ചില ആളുകൾക്ക് ചോദിക്കാറുണ്ട് 2000 താഴെ ഏറ്റവും നല്ല പെർഫ്യൂം ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജ്യൂസ് ക്വാളിറ്റി കൊണ്ടും സെൻ പ്രൊഫൈൽ കൊണ്ടും നമ്മളെ ഭയങ്കരമായിട്ട് തൃപ്തിപ്പെടുത്തുന്ന ഒരു പെർഫ്യൂം അത് ടൈറ്റൻ സ്കിൻ റോ തന്നെയാണ്. പിന്നെ സാപ്പിൾ സോളിഡ് പറഞ്ഞിട്ടൊരു പെർഫ്യൂം ഉണ്ട്. അതൊക്കെ നല്ല ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണ്. പക്ഷെ അതെന്താ വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് സിന്തറ്റിക്കാണ്. സെൻ പ്രൊഫൈൽ അടിപൊളിയാണ്. ബട്ട് ഇൻഫാക്ട് അത് കുറച്ചും കൂടെ അടിച്ചു കഴിഞ്ഞാൽ എവിടേക്കോ നമുക്കൊരു മടുപ്പ് തോന്നിപ്പിക്കും. അത് വേണ്ടിയിരുന്നില്ല തോന്നും. അങ്ങനെ ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളും ഞാൻ ആദ്യം പറഞ്ഞുതരാം. എന്നിട്ട് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്കമ്മും പറഞ്ഞുതരാം. ഇതിൻ്റെ ടോപ്പ് നോട്ടിൽ ബെർഗമോട്ട്, വാട്ടറി ഫ്രൂട്ട്സ്, മാൻഡറിൻ. മിഡിൽ നോട്ട്സിൽ വയലറ്റ് ലീവ്സ്, പൊമറോസ്, കാർണേഷൻ, ജെറാനിയം. ബേസ് നോട്ടിൽ ഇന്തോനേഷ്യൻ പച്ചോളി, പിന്നെ കാശ്മീറൻ ആൻഡ് ജായ്ക്ക് വുഡ്. കുറേ ഒന്നും നോട്ട്സിലെ സാധനങ്ങളൊന്നും നമുക്ക് അറിയില്ല, എന്നാലും പറയാം. ഇതെങ്ങനെ ഫീല് വരികയാണ്, ഇതെങ്ങനെയാണ് ഇത് പുറത്തേക്ക് ഔട്ട്കം വരിക എന്ന് പറഞ്ഞുതരാം. ഇതിലേക്ക് പറയാനുള്ളൊരു കാര്യം എന്താ അറിയോ, ഇതിൻ്റെ ഓപ്പണിങ് അടിപൊളിയാണ്. അത്യാവശ്യം നല്ലൊരു ബ്ലാസ്റ്റ്, നല്ലൊരു സർജുള്ള, നല്ല നാച്ചുറലായിട്ട് ഫീലുള്ള ഒരു ഓപ്പണിംഗ് ആണ്. നമ്മളൊരാളെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഗോ ടു ഗോ പെർഫ്യൂം പോകുമ്പോൾ നിങ്ങൾ ആ പരിപാടിയുടെ ഒരു 5 മിനിറ്റ് മുന്നടിക്കുക. കാരണം ഇതിൻ്റെ ഓപ്പണിങ്ങിൽ ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓപ്പണിങ്ങിൽ നമുക്ക് നല്ലൊരു ഇമ്പ്രഷൻ കൊടുക്കാൻ കഴിയും. ഇതിൻ്റെ ഓപ്പണിംഗ് നോട്ടിൽ നമ്മൾ ആളുകളെ മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികൾ വരുമ്പോൾ ഇതിൻ്റെ ഓപ്പണിങ്ങിൽ നമ്മൾ ആൾക്കാരായിട്ട് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ഫീലാട്ടോ. ഞാൻ ഇത് പറഞ്ഞതുപോലെ ഏത് മോൺ ബ്ലാങ്ക് ലെജൻഡ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞ പോലെ അതിനോടൊപ്പം നിൽക്കുന്ന ഒരു തരം ഓപ്പണിംഗ് തന്നെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ്. നല്ല ഫീൽ ഗുഡ് ആയിട്ടുള്ള, ബ്രൈറ്റ് ആയിട്ടുള്ള, അപ്ലിഫ്റ്റിംഗ് ആയിട്ടുള്ള, നമ്മുടെ മൂഡിനെ തന്നെ നല്ല അപ്ലിഫ്റ്റിംഗ് കൊടുക്കുന്ന ഓപ്പണിങ്. സിട്രസി ഓപ്പണിങ്ങിൽ നല്ല ഫ്ലോറൽ നോട്ട്സ്, നല്ല ഫ്രൂട്ടി ഫ്ലോറൽ ആയിട്ടുള്ള നോട്ട്സ് കയറി വരും. കുറച്ച് വാട്ടറി അക്വാട്ടിക് നോട്ട്സും ഉണ്ട്. നല്ല രസമുള്ള ഓപ്പണിംഗ് ആണ് ബൈ, നല്ല ഭംഗിയുള്ളൊരു ഓപ്പണിങ്. പിന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഇത് കുറച്ച് വുഡി നോട്ട്സ് കയറിയ ഒരു ഇതിലേക്ക് പ്യുവറായിട്ടുള്ളൊരു വുഡി നോട്ട്സ് തന്നെ. പിന്നെ ആ വുഡി നോട്ട്സ് അങ്ങനെ ബേസ് നോട്ടൊക്കെ പോകും. പക്ഷേ ഇതിൻ്റെ ഓപ്പണിങ്ങിലാണ് നമ്മൾക്ക് ആളുകളെ കാണുക, അല്ലെങ്കിൽ ആളുകൾ മീറ്റ് ചെയ്യുക, പരിപാടിക്ക് പോകുമ്പോൾ, കല്യാണങ്ങൾക്ക് പോകുമ്പോൾ ഒക്കെ ഇതിൻ്റെ ഓപ്പണിങ്ങിൽ നമ്മൾ ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ഈ പെർഫ്യൂമിൻ്റെ ഏറ്റവും നല്ല മൂമെൻറ്റിൽ ആൾക്കാരെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്പോൾ ഞാൻ ഓഫീസിൽ ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ടില്ല. ഓഫീസിൽ ഇപ്പോൾ ഈ പെർഫ്യൂം നല്ല ഹിറ്റായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓഫീസിലൊക്കെ ഈ പെർഫ്യൂം നല്ലോണം നമുക്ക് സ്മെല്ല് കിട്ടും. ഞങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ പുറത്തുനിന്ന് ഓഫീസിൽ നിന്നൊക്കെ സ്മെല്ല് കിട്ടിയിട്ടുള്ളത് ടൈറ്റൻ സ്കിൻ റോ തന്നെ. ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അടിക്കുന്ന പെർഫ്യൂമും ഈ ടൈറ്റൻ സ്കിൻ റോ തന്നെയാണ്. ഒരു അടിയും കൂടി അടിക്കട്ടെ. നല്ല രസമുള്ള പെർഫ്യൂം. നിങ്ങൾ ടൈറ്റ് ബഡ്ജറ്റിലാണ് ഒരു എവറിഡേ ഗോ ടു ഗോ പെർഫ്യൂം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതാക്കാൻ പറ്റും. ഈ പെർഫ്യൂമിന് വേറൊരു കാര്യം, പ്രൊജക്ഷൻ ഉണ്ട് കേട്ടോ. പ്രൊജക്ഷൻ കുഴപ്പമില്ലാത്ത പ്രൊജക്ഷൻ ഉണ്ട്. പക്ഷേ ഈ ഒരു സെൻറ്റ് പ്രൊഫൈലിന് എൻ്റെ ഒരു ഇതിൽ നിങ്ങൾ ലോങ്ജിവിറ്റിക്ക് വാശി പിടിക്കരുത്. ലോങ്ജിവിറ്റി പറഞ്ഞാൽ 7 മണിക്കൂർ ഒരു 6 hours നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അതിൻ്റെ മുകളിൽ ഈ ഒരു സെൻറ്റ് പ്രൊഫൈൽ ഇത്രയും ഭംഗിയില്ല, ആളുകളെ സെഡക്റ്റീവ് ആക്കില്ല, നമുക്ക് നല്ല 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 ഫീൽ ഗുഡ് തരുന്ന ഈ ഒരു സെൻറ്റ് പ്രൊഫൈൽ ഭയങ്കര റയറാണ്. അതും നാച്ചുറലായിട്ട് കിട്ടാം. നിങ്ങൾ വാശി പിടിക്കരുത്. നിങ്ങളിത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും ലോങ്ജിവിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ്സിൽ പോകരുത്. ഇതൊന്ന് ട്രൈ ആക്കിയിട്ട്, ഇതെല്ലായിടത്തും ഉണ്ട്, എവിടെ പോയാലും ഈ പെർഫ്യൂം ഉണ്ട്. ഏത് പെർഫ്യൂം സ്റ്റോറിൽ പോയാലും ഉണ്ടാവും, ഏത് മാളിൽ പോയാലും ഉണ്ടാവും. നിങ്ങളൊന്ന് ട്രൈ ആക്കുക. എന്നിട്ട് നിങ്ങൾക്കത് ഇതിനൊരു പ്രൈമറി ഫോക്കസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്ന പെർഫ്യൂമുള്ളൂ. ഇതിങ്ങനെ ഇങ്ങനെ എയറിലൊക്കെ അടിച്ചിട്ട് ആ കൂടെ അങ്ങനെ നടന്നു പോയി നോക്കും. അപ്പോഴാണ് ഇത് ആളുകൾ അടിച്ചിട്ട് നമുക്ക് ആ കൂടെ നടന്നു പോകുമ്പോൾ കിട്ടുന്ന ആ ഫീല് കിട്ടുക. അപ്പോൾ ഭയങ്കര അപ്ലിഫ്റ്റിംഗ് ആണ് ഈ പെർഫ്യൂമിൻ്റെ സ്മെല്ല്. ഇൻഷാ അല്ലാഹ് നല്ല കോംപ്ലിമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ആളുകൾ കുറേ ചോദിച്ചിട്ടുണ്ട്. ഞാൻ 6-7 ആൾക്കാർ എൻ്റെ അടുത്ത് റെക്കമെൻഡേഷൻ പറഞ്ഞിട്ട് ജിമ്മിലെ മാഷ് ഈ പെർഫ്യൂം വാങ്ങിച്ചിട്ടുണ്ട്. ഓഫീസിൽ 2-3 ആളുകൾ 20 ml വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ട്രൈ ആക്കാൻ പറ്റും. ഞാൻ കോൺഫിഡൻസോടെ സജസ്റ്റ് ചെയ്യുന്ന ഒരു പെർഫ്യൂം നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിഗ്രറ്റ് വരാത്തൊരു പെർഫ്യൂം, പ്രൈസും വർത്തിയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.